നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനോഹരമായ ഒട്ടകമുണ്ടായിരുന്നു. കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലബാഉ ഞാക്കത്ത് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് വലബാ. എന്താ പേര്? വലബാ. ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? ലാ തുസ്ബഖു. ഈ ഒട്ടകത്തെ മുൻകടക്കാൻ പറ്റൂല ഒരൊട്ടകത്തിനും. മക്കയിലും മദീനയിലൊക്കെ ഉള്ള എല്ലാ ഒട്ടകത്തിന്റെ മുന്നിലൂടെയും ഇത് നല്ല സ്പീഡിൽ നടക്കും. ഓട്ടം വരികയാണെങ്കിൽ ഓട്ടത്തിലും മികച്ചു നിൽക്കും. അപ്പൊ ഒരു നേതാവിന് പറ്റിയ നല്ല ഒരു വാഹനമായിരുന്നു വലബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാ. ദീർഘകാലം നബി അതിന്റെ മുകളിൽ ഒട്ടകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകവുമായി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഫസബഖഹാ ലഹു فجاء أعرابي بناقة له. ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ ആ നാട്ടിലേക്ക് കടന്നു വന്നു. ഒരൊട്ടകവുമായിട്ടാണ് വരുന്നത്. ഫസബഖഹാ ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ ഒട്ടകം നടക്കാൻ തുടങ്ങി. മറ്റൊരാൾ ഒരു ഒട്ടകവുമായി വന്ന ഒരു ഗ്രാമീണ മനുഷ്യൻ. ആ ഒട്ടകം ഇച്ചിരി കൂടി നല്ല കൂവത്തുള്ളതാണ്. ഓരോ നടത്തത്തിൽ നബിയുടെ ഒട്ടകത്തിന് മുന്നിലൂടെ ഇത് നടക്കാൻ തുടങ്ങി. നടത്തത്തിൽ ഓട്ടത്തിലൊക്കെ ഇത് മുൻകടക്കാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്തിൽപ്പെട്ടവർ ചിലർ മനസ്സുകൊണ്ട് കരുതി അതിനെന്തെങ്കിലും ഒരു പണി കൊടുക്കാം, ആ ഒട്ടകത്തിന് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് നബി എടുത്ത് ഈ വാർത്ത എത്തുകയാണ്. വിസലല്ലാഹി തങ്ങൾ ഈ വിവരം അറിഞ്ഞു. അപ്പൊ നബി തങ്ങൾ ഇവരെ വിളിച്ചിട്ട് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ദുന്യാവിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ശരിക്കും മനസ്സിലാക്കാൻ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മുൻകടന്നു പോകുന്നത് കണ്ടപ്പോ നിങ്ങൾ ആ ഒട്ടകത്തെ ഉപദ്രവിക്കാൻ മനസ്സുകൊണ്ട് കരുതിയല്ലേ സ്വഹാബ? പാടില്ല, പാടില്ല. ഹാദി ദുനിയാ, ഇത് ദുനിയാവാണ്, ദുനിയാവാൻ. ഇവിടെ ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശയിപ്പിച്ചു കൊണ്ടുവരൽ അള്ളാഹുവിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. നോക്കുന്നില്ലേ ആകാശസീമയിലേക്ക് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന മനോഹരമാക്കപ്പെട്ട പൂർണ്ണചന്ദ്രനിലേക്ക് ചൂണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു.